അപ്പോഴത്തേക്ക് നമ്മളിന്ന് രാവിലെ എണീച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ്. നമ്മൾ നേരെ കോയമ്പത്തൂർ വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി എത്തി റൂം എടുത്ത് നമ്മളിവിടെ ആയിരുന്നു. ഇതായിരുന്നു നമ്മുടെ റൂം വന്നിട്ടുള്ള D34 നമുക്ക് റൂം വന്നിട്ടുള്ളത്. നമ്മളിവിടെ അത്യാവശ്യം നല്ല റൂമാണ് കേട്ടോ, നല്ല വെർത്തായിട്ടുള്ള നല്ല റൂമാണ്. ഇവിടെ റൂമിന് വന്നേക്കുന്നത് 1250 രൂപ നമുക്ക് റൂം റെൻറ്റ് വന്നിട്ടുണ്ട്. ഒരു ദിവസം 24 അവർ നമുക്ക് താമസിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല റൂം തന്നെയായിരുന്നു നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മുടെ റൂമിന് നേരം ഇന്നലെ കണ്ടാണ്. നമുക്കിവിടെ ബാത്റൂമൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതായിരിക്കുന്നു മാരകമെന്ന് പാത്തു ഇവിടെ ഒരുപാട് അവിടെ റെഡിയാവാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇത് തന്നെ ഇവിടെ ഇപ്പോൾ തന്നെ നമുക്ക് ഫുഡിൻ്റെ ഇത് കൊണ്ടുവന്നായിരുന്നു. ഫുഡ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതിനകത്ത് അപ്പം എടുത്തില്ല. അപ്പം എടുക്കാതെ ബാക്കി സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന ആൾ. അപ്പോൾ നേരെ ഇനിയിപ്പോൾ ഇതാണ് റൂം. നമുക്കിത് TV കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. രാവിലെ എണീച്ച് ഫ്രഷായി. ഇനി നേരെ നമ്മൾ പോകുന്ന ഇവിടെ ഒരു വലിയ ഒരു ടെമ്പിൾ ഉണ്ടല്ലോ, ഒരു ശിവൻ്റെ ഒരു ഇത് എന്താ പറയുന്ന പാത്തു ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞ അത് ഞാനും മറന്നുപോയി. അപ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ടാണ് പോകുന്ന. നമ്മൾ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കണം. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് ഫുഡ് കഴിച്ച് നമ്മൾ നേരെ റൂമിൽ നിന്ന് ഇറങ്ങും. ഫുഡ് ഇപ്പോൾ കൊണ്ടുവരും. ഫുഡ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് വഴിയെ കാണിച്ചെടുക്കണ്ടേ? യെസ്, കാണിച്ചു കൊടുക്കാം നമുക്ക്. അതാ പാത്തോടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ എൻ്റെ പാത്ത് കൊച്ചി റെഡിയാവുന്ന വെച്ചോ. പാത്ത് കച്ചവടം റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ഫുഡ് കൊണ്ടുവന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. ഫുഡ് കൊണ്ടുവരാനുള്ള ആൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് எடுத்து அங்கே வச்சுட்டு அப்படியே வெளியே மூடிட்டு வந்துட்டு அப்படியே தட்டில் இருந்துச்சு. சட்னி சாம்பார் இருக்கு, பால் இருக்கு, உங்களுக்கு எது வேணாலும். ஓகே, அண்ணா எவ்வளோ ஆச்சுண்ணே? 10. 210. ஓகே പാത്തു 200. ഓക്കെ എന്നാ ടീ ടീ എല്ലാം കുടിച്ചിട്ട് എല്ലാം പുറത്ത് അവിടെ വെച്ചോ. വെളിയിൽ അവിടെ വെച്ചിരുന്നാൽ മതി. ഓക്കെ എന്നാ ഓക്കെ അണ്ണേ ഓക്കെ അണ്ണേ. അപ്പോൾ അവിടെ നമുക്കവിടെ ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് നമുക്കിന്ന് നമ്മൾ രാവിലെ കഴിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് അപ്പമാണ് എടുത്തിട്ടുള്ളത്. അപ്പമുണ്ട്, ഒരു പാലിൻ്റെ എന്തായിരുന്നാണ്, പിന്നെ അതേപോലെ തന്നെ സാമ്പാറും ഉണ്ട്, പിന്നെ ടീ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. 2 അപ്പവും പാലും സാമ്പാറും ഉണ്ട്. 10 പോരെ? അതുപോലെ ഓക്കെ അല്ലേ? അവിടെ അവള് ഭയങ്കര റെഡിയാക്കും. എൻ്റെ പൊണ്ണെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് മേക്കപ്പ്. ഇവർ മേക്കപ്പ് അവിടെ കഴിഞ്ഞാൽ നിർത്തത്തില്ല കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് ഫുഡ് എന്തോ നീ മേക്കപ്പ് ഒന്നും ചെയ്യത്തില്ലേ? ജസ്റ്റ് കണ്ണെഴുതത്തേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് കണ്ണെഴുതി അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് ഒന്നും മേക്കപ്പ് ആവത്തേ ഉള്ളൂ എന്ന് പാത്തോടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് നമുക്ക് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാമില്ലേ? അപ്പോൾ പാത്തു സർവ് ചെയ്യുക. എന്താണ് പാത്തു? ടീ ആണത്. ടീ കോഫി ഉണ്ട്, പിന്നെ അപ്പമുണ്ട്. ഓക്കെ, 210 വെർത്താണോ പാത്തു? ഒരെണ്ണത്തിന് എനിക്ക് തോന്നുന്നു 40 രൂപ കണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പത്തിന് ഒരപ്പത്തിന് ചോളിയും വാവു. ഇതിനെ കാണുമ്പോഴത്തേക്ക് കണ്ണും മുഖവും വെച്ചിട്ട് ചിരിച്ചോണ്ടിരിക്കുന്നതൊക്കെ കണ്ട് കേട്ടാ. കറക്റ്റ് അതേപോലെ തന്നെ ഉണ്ട്, കണ്ണും മുഖവും വെച്ച് ചിരിച്ചോണ്ടിരിക്കുന്നു. പാത്തുവിന്റെ മാത്രം എന്താ പാത്തു ചിരിക്കാത്തേ? കണ്ണുമില്ല മുഖവുമില്ല. ചിരിക്കങ്ങോട്ട് പറ, ചിരിക്കങ്ങോട്ട്. അത് ചായ, അത് എന്താണ് അത് സാമ്പാർ. ഓക്കെ, ഒരെണ്ണം എടുക്കാം. ഒരെണ്ണം എടുത്തതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഫുഡായി. ചിലപ്പോൾ പാലിൻ്റെയും കൂടി ഇതായിരിക്കാം. ചിലപ്പോൾ തേങ്ങാപ്പാലിൻ്റെയും പൈസ. തേങ്ങാപ്പാലാണോ അത്? ഓക്കെ, തേങ്ങാപ്പാലിൻ്റെയും കൂടെ ആയിരിക്കും. ഒഴിച്ചോളി, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എന്നിട്ട് പാത്തു ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ പാത്തു, എങ്ങനെയുണ്ടെന്ന് നോക്കൂ പാത്തു. ഓക്കെ ആണോ? ഓക്കെ, ഇനി എനിക്ക് കൊടുത്തി നോക്കട്ടെ, ഞാനും നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അയ്യവാ
ഉമ്മച്ചി വാരി തന്നതിന് ശേഷം വെച്ചിട്ട് പിന്നെ അതിന് ശേഷം പിന്നിച്ചിട്ട് പിന്നെ വാരി തരുന്നത് നീ. മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം കഴിച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോഴത്തേക്കും ഓക്കെ. ഹലോ, അപ്പോഴത്തേക്കും നമ്മൾ ഒരുങ്ങി റൂമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇറങ്ങി. ഇപ്പം അങ്ങോട്ട് ഈശാ ടെമ്പിളിലോട്ട് നമ്മൾ പോകാം. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ ഈശാ ടെമ്പിളിൽ പോയി അതൊന്ന് നോക്കി പിന്നെ അതിന് ശേഷം ഇവിടുത്തെ മാർക്കറ്റിൽ ഒന്ന് പോകണം. മാർക്കറ്റും കണ്ട് ഇനിയിപ്പം ഇന്ന് വൈകിട്ടില്ലേ 10:30 ട്രെയിന്, 10:30 ട്രെയിന്. അപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെ കേട്ടോ റൂം വന്നേക്കുന്നത്. നമുക്ക് നേരെ റൂം വന്നേക്കുന്നതിനകത്തായിട്ടാണ്. അപ്പം ഇത് നേരെ ഇവിടെ നേരെ ഇറങ്ങി നമ്മൾ പിന്നെ ഒരു 10:30 ആകുമ്പോഴത്തേക്ക് ട്രെയിൻ കയറി വീട്ടിൽ പോകും. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ നോക്കാൻ പോകുന്ന ഇനി ഇഷാ ടെമ്പിൾ. നേരെ പോയിട്ട് ഇതിൻ്റെ നേരെ SBIയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ അങ്ങോട്ടുള്ള ബസ് കിട്ടും. അപ്പോൾ ആ ഒരു ബസ് കയറിയിട്ട് നേരെ ഇഷാ ടെമ്പിൾ പിടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെയായിരുന്നു നമ്മൾ തങ്ങിയത്. നമ്മളിനിപ്പോൾ നമ്മൾ നേരെ പുറത്തോട്ട് പോവുക. ഇവിടുന്ന് നേരെ എൻട്രൻസ് വേറെ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ചെന്ന് ചാടുന്ന റെയിൽവേ സ്റ്റേഷനിലാണ്. റെയിൽവേ സ്റ്റേഷൻ ഞാൻ ചാടി അവിടുന്ന് നേരെ നമുക്ക് SBIയുടെ ഒരു ATM ഉണ്ട്. അവിടെ നിന്നാണ് നമുക്ക് എവിടെയായിരുന്നു നമുക്ക് ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ എവിടെയായിരുന്നു? ഇഷാ ടെമ്പിൾ. ഞാൻ പെട്ടെന്ന് മറന്നുകൊണ്ട് കേട്ടോ. നീ ഓർത്ത് വെച്ചാൽ മതി. ആ ഭാഗത്ത് ഓർത്ത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ ഭാഗത്തു കൂടെ പൊക്കാന്ന് പോവാ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് നോക്കാം കേട്ടാ. ഞാൻ ബസ് പിടിക്കണം. ബസ് പിടിച്ച് 1 മണിക്കൂർ ഇവിടുന്ന് അങ്ങോട്ട് 1 സൈഡ് ട്രാവലിംഗ് ഉണ്ട്. നേരെ ഡയറക്റ്റ് ബസ്സാണ് കേട്ടോ. വേറെ ഒരു ബസ്സും കയറേണ്ട ഒരൊറ്റ ബസ് തന്നെയാണ്. ഇവിടുന്ന് കയറി നമുക്ക് അപ്പോൾ എന്താണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിരുന്നു. നമ്മൾ നേരെ വെളി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ. എല്ലാവർക്കും പെട്ടെന്ന് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്താണെന്നറിയാമോ? താണ്ട ഈ ഒരു ട്രെയിനാണ്. അവിടെ ഒരു ട്രെയിനിൻ്റെ പണ്ടത്തെ ഒരു ബോഗി വെച്ചിട്ടുണ്ട്. ആ ഒരു ബോഗിയാണ് ആ ഒരു ഇത്. ഇവിടുന്ന് നമുക്ക് മുകളിലോട്ടാണ് പോകേണ്ടതുള്ള. മുകളിലോട്ട് പോയാലാണ് അവിടെയാണ് SBIയുടെ ATM ഇതിരിക്കുന്നത്, കൗണ്ടർ ഇരിക്കുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ. രാത്രി ആയാലും പകലായാലും എല്ലാം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം അടിപൊളി തിരക്ക് കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ പാത്തു സൂക്ഷിച്ച്. അപ്പം അങ്ങനെ മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. 2 മതിയല്ല? 2 പോരെ? അത് മതി. എന്താ മേടിക്കണല്ലോ വെച്ചാൽ നോക്കിക്കോ. വിനായക മെഡിക്കൽസ്. വേണ്ടേ? പാരസെറ്റാമോൾ കഴിച്ചിട്ട് നിങ്ങൾ പാത്രം കഴിച്ചിട്ട് ബാക്കി കാര്യം നോക്കാം. എത്ര പത്ത് ഉണ്ട്. കഴിച്ചോ. നേഴ്സായതുകൊണ്ട് ഏത് ഗുളിക കഴിക്കണം എന്നറിയായില്ലേ? നേഴ്സായതുകൊണ്ട് ഏത് ഗുളിക കഴിക്കണം എന്നറിയായില്ലേ? 50 ആണോ? പെട്ടെന്ന് മാറുമോ? ഓ എന്താ പൊന്നെ, എനിക്കും വേണമല്ലേ? വേണം. വെള്ളം ഒഴിച്ചിട്ട് ഗുളിക കഴിച്ചു. ക്ലൈമറ്റിലുള്ള പ്രശ്നം കാരണം സ്റ്റെപ്പ് നോക്കി കാരണം ക്ലൈമറ്റിലുള്ള പ്രശ്നം കാരണം ഗുളി കഴിക്കാനുള്ള അവസ്ഥയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. കേരളത്തിൽ നല്ല മഴയാണെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ നല്ല അടിപൊളി തണുപ്പാണ് കേട്ടോ. നല്ല രീതിയിൽ തണുപ്പ് വരുന്നുണ്ട്. പിന്നെ ഈറോഡ് ഈറോഡും അമ്മാതിരി ചൂടായിരുന്നു കേട്ടോ. ഈറോഡ് ഇന്നലെ നേരെ പോയിട്ട് നല്ല രീതിയിലുള്ള ചൂടുമുണ്ട്. രാത്രി നേരെ ഇങ്ങോട്ട് വന്നിട്ട് അടിപൊളി തണുപ്പും. പിന്നെ പറയാനെന്താ, പിന്നെ റൂമിനകത്താണെന്നുണ്ടെങ്കിൽ കിടുകിടുന്നാണ്ട് ഇവാണ്ട് ഇതേ ഈ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നടക്കുന്നത്. ആ കാണണമായിരുന്നു എൻ്റെ പൊന്നെ, അടിപൊളിയായിരുന്നു. ആണ്ട് ഇപ്പം നമ്മൾ നേരെ വീണ്ടും SBIയുടെ അവിടെ വന്നിട്ടുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് എന്നാണ് പറഞ്ഞത് എല്ലാവരും ഇഷാ ടെമ്പിളിൽ പോണത്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഈസ ബസ് കിട്ടി. അപ്പോൾ ഇത് S17 ഈസയിലേക്ക് പോകും കേട്ടോ. S14 പോവും. അത് തന്നെ 14 എന്ന് പറയുന്നത് 14 ബിയും അതേപോലെ തന്നെ S17. ഇത് രണ്ടും നമ്മൾ ഈസയിലേക്ക് പോകുന്നതാണ്. ഡയറക്റ്റ് ബസ്സുകളാണ്. കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്നിട്ട് നമ്മുടെ SBI ATM SBI മെയിൻ ബ്രാഞ്ചിൻ്റെ നല്ല അത്യാവശ്യം ആളുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകാനുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആൾക്കാരെല്ലാം കയറി വരുന്നുണ്ട്.
അത്യാവശ്യം ആൾക്കാരെല്ലാവരും കയറി കയറി വന്നിട്ട് പാത്തുവിൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ടുണ്ട്. മതിയാവുമായിരിക്കും, ഇല്ലെങ്കിൽ ഇല്ലാന്നുണ്ടെ എടുത്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളതാണ് തോന്നുന്നത്. ഒരു ടിക്കറ്റ് എത്രയാണെന്നുള്ളതായിരുന്നു നോക്കിയിട്ട് നമുക്ക് പറഞ്ഞു കേൾക്കാം. പിന്നെ അതാണ് ഞാൻ അടുത്തത് ടിക്കറ്റ് ചാർജ് എത്രയാണെന്നുള്ളത് ത്തേക്ക് ഭയങ്കര ആക്റ്റീവാണ് എന്ന് പറഞ്ഞു. ഉഷാറില്ലാതെ തന്നെ പ്രശ്നം. ടിക്കറ്റിന് നമ്മൾ 100 രൂപ കൊടുത്ത് 100 രൂപ കൊടുത്തപ്പോഴത്തേക്ക് 2 പേർക്കുള്ള ടിക്കറ്റ് ചാർജ് വന്നേക്കുന്നത് കോയമ്പത്തൂരിൽ നിന്ന് 74 രൂപ വന്നേക്കുന്നത്. 100 രൂപ കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് മറ്റേ എന്താണ് 20 രൂപ തന്നായിരുന്നു. പിന്നെ ഒരു 5 രൂപ തന്നു, 1 രൂപ തന്നില്ല. ഉഷാറില്ലാതെ ബാർഗെയിൻ ചെയ്യാനായിട്ട് 1 രൂപയ്ക്കാണ് 1 രൂപയ്ക്ക് ബാർഗെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടിരിക്കുക. ഭയങ്കരമാണ് കേട്ടോ, ബാർഗെയിനിങ് ചെയ്യാൻ നല്ല ആളാണ്. ഞാനവിടെ കോയമ്പത്തൂർ കൊണ്ടുവന്നേക്കുന്നത്. അന്നേരം ബാർഗെയിനിങ് എങ്ങനെ ചെയ്യാൻ നോക്കിട്ട് നമ്മൾക്ക് അറിയാതെ നല്ലപോലെ ബാർഗെയിനിങ് ചെയ്യാൻ നോക്കണ്ട കേട്ടോ. സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാർഗെയിനിങ് സ്കില്ല് പഠിക്കും. 1 രൂപയ്ക്ക് 1 രൂപ പറഞ്ഞാൽ ചാടിയൊക്കെ എണീക്കുന്നു. 1 രൂപ പോയാന്ന് 1 രൂപ പോയെന്ന് ചോദിച്ചോണ്ട് ചാടി എണീച്ച. എന്നിട്ട് പറയാ ഉഷാറില്ല, ഉഷാറ് വരുമ്പോ ചോദിച്ചു പിടിക്കുമോ? അയ്യോ, ഇന്നലെ 1 രൂപ പോയി. ഇന്നലെ 1 രൂപ പോയതിൻ്റെ പേരിൽ ഒന്നില്ലെന്നേ ഉള്ളൂ. ഒരു ബസ്സിൽ ഈറോഡ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും 1 രൂപയുടെ കുറവ് പറ്റി. അപ്പോഴത്തേക്ക് അവർക്ക് ബസ്സിന് ചോദിച്ചാൽ പോലെ പറഞ്ഞു എന്നെ ഇവിടെ മുമ്പ് ഇതാക്കി. ഇന്നിപ്പോൾ ഇത് എൻ്റെ പൊന്നി ഇപ്പം നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. ഇപ്പോൾ എവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെ നീ നേരത്തെ ആക്കി എന്തായിരിക്കും മതി. ഓക്കേ, ആദ്യം ഇവിടെ ഒരു പോണം അങ്ങോട്ടാണെന്ന് തോന്നുന്നു കേട്ടാ. വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്യൂവും നല്ല ആളും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ. പാത്തു അത്യാവശ്യം ആളുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ആനപ്പിണ്ടത്തിൻ്റെ അതാ നീ അങ്ങനെ പറഞ്ഞ ആനപ്പിണ്ടത്തിൻ്റെ മാറ്റമൊന്ന്. ആനപ്പിണ്ടത്തിൽ ചെളി കിടക്കുന്നുണ്ട് ഇവിടെ മൊത്തത്തിൽ. മഴ പെയ്തിട്ടേ മൊത്തം ചെളി ഇരുന്നത്. അതുകൊണ്ട് അവിടെ ഒരു ശിവന്റെ ഒരു പ്രതിമ കാണുന്നുണ്ട് അത്യാവശ്യം. അതുകൊണ്ട് അവിടെ ഒരു ആ പാമ്പല്ലേ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കണ്ട അവിടെ ഒരു പാമ്പിൻ്റെ ഒരു ഇതുണ്ട് കേട്ടാ. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. അപ്പോൾ വൈഡ് ഇട്ടേക്കുന്നതുകൊണ്ട് വൈഡായിട്ട് നമുക്ക് കാണാം. നിൽക്കട്ടെ സെക്കൻഡ്. അടുത്ത് ഇവിടെ ശിവപ്രതിമ ഉണ്ട്.
ഇവിടെയൊക്കെ ആള് കൂടി നിൽപ്പുണ്ട്. അത്യാവശ്യം എവിടുന്നോ ആണ് ടിക്കറ്റ് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഡിപ്പാർട്ടിൻ്റെ ഹാലിവുഡ് ഡിപ്പോസിറ്റ് കൗണ്ടർ ഫ്രീ സർവീസ് അവിടെ നിന്നാണെന്ന് തോന്നുന്നു ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണെന്ന് തോന്നുന്നു. ചോദിച്ചു നോക്കാം ഇവിടെ. ചേട്ടാ ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് എടുക്കുന്നപ്പോൾ ഇവിടെ ചേട്ടാ ഞാനൊരു കാര്യം ചെയ്യുമോ? ജസ്റ്റ് ഒന്ന് പിടിച്ച് ഇവിടെ തന്നെ നിൽക്കും. ഞാൻ പോയിട്ടെ ടിക്കറ്റ് എടുത്തിട്ട് എവിടെയാണ് ലഗേജൊക്കെ വയ്ക്കുന്നത്. ലഗേജൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് ലഗേജ് വയ്ക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതാണ് നമ്മുടെ കാളവണ്ടി കൂട്ടിയിട്ട് ആ ഒരു സൈഡിലോട്ട് പോകുന്ന കാളകളെ കെട്ടിയതിന് ശേഷം ഇതിനകത്ത് ഭാഗത്ത് കൊണ്ടുപോകണം. കാളകളെ കെട്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം. ഇതിനകത്താണ് കൊണ്ടുപോകണത്. കാളകളെ കെട്ടിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ വലിച്ച് ഇരുത്തിയിട്ടുണ്ടല്ലോ, നമ്മളെ വലിച്ച് ഇതിനകത്ത് കൊണ്ടുപോകും. അത്യാവശ്യം ഇന്നും ആളുണ്ട് കേട്ടാ. ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് ഇന്നും ആളുണ്ട് കേട്ടാ. നേരെ ആദ്യമേ ഇപ്പം നമ്മൾ കയറിയത് ആദിയോഗി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ ഒരു മറ്റേ നമ്മുടെ നേരെ എന്തായിരുന്നു അവിടെ ഒരു ശിവൻ്റെ നമുക്ക് ഇത് ചെയ്യത്തില്ലേ, യോഗ ചെയ്യത്തില്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഇത് അവിടെ കയറിയത് നല്ല അടിപൊളി കാണാൻ കൂടുതലായിരുന്നു കേട്ടോ. അതുമല്ല അവിടെ നമുക്ക് കയറുമ്പോഴത്തേക്കും അവിടെ ഒരു 10 രൂപ പോലും നമ്മുടെ കയ്യിൽ മേടിച്ചില്ല. കറക്റ്റ് ഇതായിരുന്നു കേട്ടോ. ഒരു 2 അവിടുത്തെ ഒരു എന്താ പറയുക രുദ്രാക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട്, മാലയും തന്ന്. പിന്നെ 1 രൂപ പോലും നമ്മളിന്ന് മേടിച്ചില്ല. കറക്റ്റ് ഇവിടുന്ന് ആദ്യം അകത്തോട്ട് ഫോണോ കാര്യങ്ങളോ ഒന്നും അലൗഡല്ല അതിനകത്തോട്ട്. അതിനകത്തോട്ട് ഫോണൊന്നും അലൗഡല്ല. നേരെ അകത്ത് കയറി അത് കയറിയപ്പോൾ നല്ല തണുപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. അതിനകത്തോട്ട് കയറി പിന്നെ അതേശം ചെരുപ്പ് ഊരാൻ പറയാം. ചെരുപ്പ് ഊരിയിട്ട് പിന്നെ അകത്ത് കയറിയപ്പോഴത്തേക്കും ആ ഒരു എന്താണ് ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും ഇതൊക്കെ കാണാനായിട്ട് അടിപൊളി സൈലൻസ് ആണ്. ഭയങ്കര സൈലൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. കുറേ നേരം കുറച്ച് പീസായിട്ടിരിക്കാൻ പറ്റി. ഇത്രയും സൈലൻസ് ആയിട്ടുള്ളൊരു പ്ലേസ് അവിടെ ഉണ്ടെന്ന് തോന്നില്ലേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ കണ്ടു നല്ല സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് നമ്മളെ എന്താണ് ഈസ ടെമ്പിൾ എന്ന് പറയുന്നത് കാണാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. കറക്റ്റ് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അവിടെ കാണുന്നതാണ് കേട്ടോ ഈസ ടെമ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ഇത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ത്രില്ലുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കാണുമ്പോൾ. നല്ല അടിപൊളി ആംബിയൻസ്, നല്ല അടിപൊളി ഒരു ഇത്, നല്ല കാറ്റും നല്ല തണുപ്പുകൊണ്ട്, നല്ല അടിപൊളി തണുപ്പുണ്ട്, നല്ല കാറ്റുമുണ്ട്. പിന്നെന്താണ് ഒരു പ്ലസന്റ് മൈൻഡ് ഉണ്ട് കേട്ടോ. അടിപൊളി പീസ്ഫുൾ മൈൻഡ്, നല്ല രസമാണ് കാണാനായിട്ടൊക്കെ അടിപൊളി. പിന്നെ അതാണ് ഇനിയിപ്പോൾ നമ്മൾ നേരെ അവിടെ ചെന്ന് ഇനി ആ ഒരു ഇതൊന്ന് കാണണം. ഇനി അതാണ് അടുത്ത ചെറിയ രീതിയിൽ മഴ പൊടിയുന്നുണ്ട് കേട്ടോ. അത് അതുകൊണ്ട് പനി ഉള്ളതുകൊണ്ട് കുറേ ഗുളിക കഴിച്ചിട്ടല്ലേ ഇറങ്ങി. പക്ഷെ ഇവിടെ കൂടുതൽ എവിടെ നോക്കിയാലും മറ്റേ അവരായിരുന്നു കേട്ടോ, നോർത്ത് ഇന്ത്യൻസ് കൂടുതലും. പക്ഷേ 1 രൂപ പോലും മേടിച്ചിട്ടില്ല. എല്ലാവരും നല്ല രീതിയിൽ അവരുടെ മുഖം കാണുമ്പോൾ തന്നെ ബസ്സൂരി മാത്രമാണ് ആ പടം ഇതുവരെ ചിലവായത്. എന്ന് പറഞ്ഞാൽ 1 രൂപ പോലും ചിലവില്ല. ആർക്ക് വേറെ ഒരു ഇതും മേടിക്കേണ്ട. നേരെ ഇതേപോലെ തന്നെ എവിടുന്ന് വന്നാലും ശരി നേരെ വന്ന് കോയമ്പത്തൂർ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ SBI മെയിൻ ബ്രാഞ്ചിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഇതേപോലെ 17 അല്ലെങ്കിൽ 14 ബസ്സുണ്ട്. അതിനകത്ത് കയറിയിട്ട് 74 രണ്ടുപേർ വരുന്നുണ്ടെങ്കിൽ 74 രൂപ. ഒരാൾക്ക് എത്രയാണ് കൂട്ടി നോക്കിയിട്ടില്ല. 74 രൂപ കൊടുത്താൽ നേരെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കും. നേരെ അവിടെ പോയിട്ട് ആദിയോഗി എന്ന് പറയുന്ന ശീല അതും കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ലാസ്റ്റ് സ്പോട്ട് നേരെ കൊണ്ടുവന്ന് അകത്തിറക്കും. നേരെ വന്നതിന് ശേഷം കാണാനും പറ്റും. ഇതുവരെ നമുക്ക് വേറെ ഒരു ചിലവ് എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നിനക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് ആ ഒരു പാർട്ട് പറയാനുള്ളത്? അടിപൊളി, മൈൻഡ് കുറച്ച് റിലാക്സ് ആയി. സത്യം പാത്തോട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നല്ല അടിപൊളി കാറ്റാണ് കേട്ടാ വീശിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റ് വീശുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. നമ്മൾ താണ്ട നേരെ എൻട്രൻസിലോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു എൻട്രൻസ് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ പാത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട്? അടിപൊളിയായിട്ടാ. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടാ. ഇവിടെ വരുമ്പോഴത്തേക്ക്
ഇവിടെ നല്ല രസമുണ്ട് എൻ്റെ പൊന്നെ. നല്ല കാറ്റ്, 4 സൈഡിലും മലയാണ് കേട്ടാ. എവിടെ നോക്കിയാലും മല തന്നെയാണ്, ഏത് സൈഡിൽ നോക്കിയാലും. അപ്പോൾ അതിലൂടെ ഏതെങ്കിലും ഒരു മലയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കിടന്ന് ഇങ്ങനെ ഭയങ്കര വാശി, ഏതെങ്കിലും മലയിൽ പോകണമെന്ന്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ നല്ല മഴക്കോളും കൂടെ കയറിയപ്പോഴത്തേക്ക് വേറെ രക്ഷയില്ല. ആ ഒരു മലയും ആ ഒരു മഞ്ഞും ആ ഒരു കാറ്റും കോളും എല്ലാം കൂടെ കണ്ടിട്ട് എങ്ങനെയുണ്ട് പാത്തു? അവർക്ക് എന്ത് പറയണമെന്നേ അറിയാൻ വയ്യ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല ആൾക്കാരുണ്ട്. പിന്നെ അത് വർക്കിംഗ് ആയതുകൊണ്ട് ഒരുപാട് പേരുടെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടം വരെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു കേട്ടാ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ. ഇനി ഇതിന് എത്ര പൊക്കം ഉണ്ടെന്ന് നമുക്ക് അടുത്ത് പോയതിന് ശേഷം ബാക്കിയുള്ളത് നോക്കാം. നമുക്ക് എത്ര പൊക്കമുണ്ട്, എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അടുത്ത് പോയതിന് ശേഷം നോക്കാം. അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അടുത്തോട്ട് പോകും തോറും ഞാൻ ഫോൺ ചരിച്ച് കൊണ്ടുവരേണ്ടുള്ളൊരിതാണ് കേട്ടാ. ഒരു രക്ഷയില്ല എൻ്റെ പൊന്നി കാണാനായിട്ട്. അടിപൊളിയില്ലേ? ആ ഒരു ബ്ലാക്ക് കളറാണ് നല്ലോണം കീറിക്കുന്നത്. ഇത്രയും ആ ഒരു ഇതിൽ ഒരു ബ്ലാക്ക് കളർ ഹൈലൈറ്റ്, നല്ല രീതിയിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആ പൊട്ടും ചന്ദ്രക്കല. അത് വൈറ്റും കൂടെ ആയപ്പോഴത്തേക്ക് നല്ല എറിക്കുന്നുണ്ട്, നല്ല രീതിയിൽ എറിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ സ്റ്റെപ്പ് പടി കയറി പാത്തു ഞാനും പോകുന്നേ. നേരതാ ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി നല്ല ബഹളമുണ്ട്. അപ്പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല കാമാൻ കൊള്ളായിരുന്നു. നേരത്തെ ഇത്രേ ഉള്ളായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇത് കൂടിപ്പോയി കേട്ടാ. ഇവിടെ എല്ലാം ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ ആൾക്കാരും എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിപ്പോൾ ഫോണിൽ കൊള്ളാത്ത രീതിയിലുള്ള പൊക്കമായി. അയ്യോ, ഇത് ഫോൺ ചരിച്ചു വയ്ക്കണമല്ലേ. ഇതിനകത്ത് എന്താണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നതെന്ന് അറിയാൻ വയ്യ. ഇതെന്താണിത്? പാറയാണോ അതോ വേറെന്തെങ്കിലും ആണോ? എന്തോ ഒരു കട്ടയാണ്. അതാണ്ടോ ഇത്. ബാക്കി കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ പൊങ്ങണം. ഒന്ന് കറങ്ങി നോക്കാം നമുക്ക്. അതിന് ചുറ്റിനും എന്താണെന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. ഇവിടെ നിന്ന് എടുക്കണോ? ഇങ്ങനെ എടുക്കേണ്ടി വരും, അല്ലാതെ നടക്കത്തില്ല. ഇവിടെ ഇങ്ങനെ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതിന്റെ മണ്ടയിൽ കയറിയിട്ട് എങ്ങനെ എടുക്കുന്നേ? അല്ലാതെ പിന്നെ ഇതിന്റെ അടുത്ത് നിന്നിട്ട് തണ്ട ഇത്രയും അടുത്ത് തണ്ട് ഇങ്ങനെ നിന്നിട്ട് ഇതിന്റെ അടുത്തോടെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ എങ്ങനെ എടുക്കുന്നേ? ബാക്ക് സൈഡ് ആ മുടിയൊക്കെ നല്ല ഇതായിട്ടും ഇതാക്കിയിട്ടുണ്ട് കേട്ടാ. ഇപ്പോൾ ഒരിച്ചു കൂടെ കാണാം. ഇത്തിക്കൂടെ ഞാൻ വൈഡിട്ട്, അതാകുമ്പോഴത്തെ ഇത്തിക്കൂടെ ഒന്ന് ലോങ് ആയിട്ട് കാണാൻ പറ്റും. ബാക്കിൽ മുടിയൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. നല്ല രീതിയിൽ മുടിയും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ചെയ്ത് സമ്മതിക്കണത് റെഡി ആക്കിയവർ എങ്ങനെയാണെങ്കിലും അത്യാവശ്യം. ഇതിനകത്ത് കയറാനായിട്ടുള്ള വാതിൽ, ഡോറ് ഇതിനകത്ത് കയറണ്ടേ? എന്തെങ്കിലും മെയിൻ്റെനൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട്. പാത്തു നടന്നോ? പാത്തു നടക്കുമ്പോഴത്തേക്ക് പാത്തുവിൻ്റെ കൂടെ വന്നിട്ട് പാത്തുവിനെ എടുത്ത് എടുക്കണ്ടേ? നിൻ്റെ ഒരു കുപ്പിയും വെള്ളം ഉണ്ടെങ്കിൽ എന്താണ്? പാത്തുവിന് എന്താണ് അതിശയം പാത്തു? അത് പിന്നെ അത്രയും ആ ഒരു ചെയ്തിട്ടുണ്ട്. കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇത് ദൂരം നോക്കുമ്പോൾ നല്ല ആംബിയൻസ് ആട്ടാ. ഇവിടെ നിന്ന് തന്നെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ചുറ്റിനും കണ്ട രക്ഷയില്ല ഇവിടെ നിന്ന് നോക്കാനായിട്ട്. ഇത് യാതിയോ ശില ചുറ്റിനും ഇങ്ങനെ പാത്തുതാണ്ടേ. പാത്തുവിൻ്റെ ചുറ്റിനും ഇങ്ങനെ കറങ്ങി എടുത്തു കഴിഞ്ഞാൽ ചുറ്റിനും പാത്തുവിൻ്റെ പാത്തോടുന്നില്ലേ? പാത്തുവിൻ്റെ ചുറ്റിനും എന്തരാ കിട്ടുന്നത് നോക്കട്ടെ. മലകൾ കിട്ടുന്നുണ്ട്. പാത്തുവിനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തി. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ഒരു ട്രാവലിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് ആദ്യമൊക്കെ ശീല കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ അടുത്ത തവണ കോയമ്പത്ത് മാർക്കറ്റ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോഴത്തേക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.